നമസ്കാരം. വരണം വരണം. അടുത്ത വീടാണല്ലേ? അതെ, എന്റെ പേര് ഹരികുമാരൻ തമ്പി, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറാ. ഇതെന്റെ ഭാര്യ രാജലക്ഷ്മി, ഇതെന്റെ മകൾ രേഖ, ബികോം ഫൈനൽ ഇയറാ. ശരി, ഇരിക്കൂ. ഇരിക്കണം. ഞാൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പുറത്ത് നെയിം പ്ലേറ്റ് കണ്ടപ്പോ മനസ്സിലായി. ഇതെന്റെ ഭാര്യ രാജലക്ഷ്മി. നമസ്കാരം. എത്ര കുട്ടികളാ? ഒരാളേ ഉള്ളൂ. വക്കീലിന് പഠിക്കുക. പേര് ഗോപികൃഷ്ണൻ. ഞങ്ങൾക്കും ഒന്നേ ഉള്ളൂ. സർക്കാർ നിയമം കടപിടിക്കുന്ന 2 ഉദ്യോഗസ്ഥർ. മകൻ എവിടെ? മോനെ ഗോപികൃഷ്ണ. എന്തോ എന്താ? ഇവരെല്ലാം അടുത്ത വീട്ടിൽ താമസിക്കുന്നവരാ. നമ്മളെ പരിചയപ്പെടാൻ വന്നതാ. പേര് ഹരികുമാരൻ തമ്പി, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ. ഹായ് അങ്കിൾ. ഹായ് ആന്റി. ഇത് മകൾ രേഖ. ഹായ്. ഹായ്. ഇനി ഒരല്പം കാപ്പി കുടിക്കാം. ഒന്നിലും വിരോധമില്ല. കിട്ടുന്നത് എന്തും ഉപേക്ഷിക്കുന്നത് എന്റെ പോളിസി അല്ല. തൊഴിലും അങ്ങനെ തന്നെയാണ്. വരൂ. പഴകിയിടത്തോളം കണ്ടിടത്തോളം നല്ല കുടുംബക്കാരാണെന്നാ തോന്നുന്നേ. അവരുടെ മകൻ LLBക്ക് പഠിക്കാണെന്നല്ലേ പറഞ്ഞത്? ആ പയ്യനെ നമ്മുടെ മോൾക്കൊന്ന് ആലോചിച്ചാൽ എന്താ? സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ അവർക്കും കൂടി സമ്മതമാണോന്ന് അറിയണ്ടേ? ശ്രമിച്ചാ നടക്കുന്നേ. രണ്ടുപേരും നല്ല ചേർച്ചയാ. ശ്രമിക്കാം. നീ ലൈറ്റ് അണച്ച് ഉറങ്ങാൻ നോക്ക്. ഫോട്ടോയാ? അടുത്ത വീട്ടിലെ ഗോപികൃഷ്ണന്റെ. ഇത് എവിടുന്ന് കിട്ടി? ഈ ടെലിഫോൺ ഡയറക്ടറിക്കുള്ളിൽ ഇരുന്നതാ. ഫോട്ടോയൊക്കെ കൊള്ളാം. സൂക്ഷിച്ചും കണ്ടും വേണം പെരുമാറാൻ. അത് മമ്മി പ്രത്യേകിച്ച് പറയണോ? പെണ്ണുമ്പിള്ള ഇവിടെ കയറി വരുന്നത് എന്തിനാ? അയൽക്കാരി. എന്തു പറയാൻ? സമയം പോകാനൊരു വഴി. എന്താ അങ്ങനെ ചോദിക്കാൻ? ശരിയല്ല, ശ്രദ്ധിക്കണമെന്ന് പറയുക. കഴുകന്റെ കണ്ണാ നിങ്ങക്ക്. പ്രത്യേകിച്ചും പോലീസുകാരനല്ലേ. ആരെ കണ്ടാലും സംശയമാണല്ലോ. ഞങ്ങളിപ്പോ വന്നത് എന്തിനാണെന്നോ? നാളെ ഇവരുടെ ബർത്ത്ഡേയാ. എല്ലാവരും വരണം, മറക്കരുത്. അതിനെന്താ, വരാല്ലോ. മകനെവിടെ? ഇവിടുണ്ട്, വിളിക്കാം. മോനെ ഗോപികൃഷ്ണ.
എന്താ മേ? ഇവര് ബർത്ത്ഡേക്ക് വിളിക്കാൻ വന്നതാ. വരണം കേട്ടോ, മറക്കല്ലേ. ഉം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, കുടിക്കാൻ ചായയോ കാപ്പി എടുക്കട്ടെ? അയ്യോ, ഒന്നും വേണ്ട, ഞങ്ങൾ വരട്ടെ. എന്നാ ശരി. ഗോപികൃഷ്ണ, വരാൻ മറക്കരുത്. Many, many happy returns of the day. താങ്ക് യു. You have it. Thank you. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ പറ്റി ആലോചിക്കാൻ കൂടിയാ. ആലോചിക്കുന്നത് തെറ്റൊന്നുമില്ല, എല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. നല്ലൊരു ബന്ധം കിട്ടണമെന്ന ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് തന്നെയല്ലേ ഏതൊരു പാരന്റ്സിന്റെ ആഗ്രഹം. പൊതുവെ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് പിന്നെ അങ്ങനെയല്ലേ, പ്രത്യേകിച്ച് കാക്കിക്കുപ്പായ ഇടുന്നവർക്ക്. സ്ത്രീധനമായിട്ടല്ലെങ്കിലും എന്റെ മകൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. അയ്യോ, അതിന് ചാർജ് ഒന്നും ചെയ്തു കളയല്ലേ. അല്ല, നമ്മൾ ഇത്രയും പറഞ്ഞു, കെട്ടാൻ പോകുന്ന പയ്യന്റെ അഭിപ്രായം കൂടെ അറിയണ്ടേ? ചോദിക്കാനൊന്നുമില്ല, ഞങ്ങളുടെ അഭിപ്രായം തന്നെയാ അവന്റേത്. വന്നല്ലോ, ചോദിക്കാനുള്ളത് ചോദിച്ചോ. ഞങ്ങള് തമ്മിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഗോപികൃഷ്ണനെ പ്രത്യേകിച്ച് എന്തെങ്കിലും? ഡാഡിയുടെ അങ്കിളുടെ ഇഷ്ടപ്രകാരം എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. എനിക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഗോപികൃഷ്ണന് ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. ശരി അങ്കിൾ. വരട്ടെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ. ഹലോ, സുധ. പറഞ്ഞത് മനസ്സിലായില്ലേ? നാളെ സൗകര്യമായിട്ട് അമ്പലത്തിൽ വെച്ച് കാണാമെന്ന്. കാണില്ലേ? കാണാം. ഹലോ, ഞാൻ മായയാണ്. എന്നോടെന്താ പിണക്കമാണോ? ഗോപിയേട്ടനെ കാണാതിരിക്കാൻ എനിക്ക് വയ്യ. വൈകിട്ട് വീട്ടിൽ വരുവോ? വരാം. ഹലോ, ഗോപികൃഷ്ണനല്ലേ സംസാരിക്കുന്നത്? ഞാൻ ആരാന്നറിയോ? ഇത് ഞാനാ, രമ്യ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സന്ധ്യക്ക് പുഴയുടെ തീരത്തൊന്ന് വരുവോ? ഞാൻ ഗോപിയേട്ടനെ കാത്തിരിക്കും. വരില്ലേ?
ഒന്ന് വരണേ. വരാമോ? ആ. നാശം. ഹലോ. 3 എണ്ണം മതിയോ അതോ 30 എണ്ണം വേണോ? ഞാൻ ഇതൊന്നും അറിയുന്നില്ലെന്നാണോ വിചാരം? ബീച്ചിലും പുഴയിലും കോവിലും ഒക്കെ വല്ലോളവരും വിളിച്ച പോകുമല്ലേ? ആ, ആ, ഗോപികൃഷ്ണന്റെ ലീലാവിലാസം ഞാൻ നിർത്തിത്തരാം. ആ, 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 ആ. അത് അവളുവാർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ആ വരൂ. എന്താ മോളെ വിശേഷം? വിശേഷങ്ങളൊക്കെ പറയാം. എവിടെ അമ്മയുടെ പുന്നാരം മുൻ ആ മലരമ്പൻ ഗോപികൃഷ്ണനോ? ഗോപി, ഏ, എടാ നിക്കോടെ, ഇവിടെ വരാൻ. അമ്മ തന്നെ ചോദിച്ചു നോക്ക്, ടെറസിലെ എന്തൊക്കെ കളികളായിരുന്നെന്ന്. എന്താടാ, ഉള്ളതാണോ? അത് ടെറസിലെ പട്ടം വിട്ട കാര്യമല്ലേ? കുന്തം വിട്ട കാര്യം. കുറെ പെമ്പിള്ളേരുമായിട്ട് സൈറ്റടിയായിരുന്നു പണി. എന്താടാ, ഉള്ളതാണോ? ആ, ആ, നേരാണോടാ? ആ. നേരാണോന്ന് ചോദിച്ചാ എടാ നേരാണോന്ന്? ആ, ഓഹോ, അമ്മേ കണ്ടോ കണ്ടോ, ഒരു കള്ള ലക്ഷണം. ഒരു മലരമ്പന ഇറങ്ങിയിരിക്കുന്നു. മോള് സമാധാനപ്പെട്. ഇന്ന് ഇവന്റെ ഡാഡി ഇങ്ങ് വരട്ടെ. പ്ലീസ് അമ്മ ഈ കാര്യം ഡാഡിയോട് മാത്രം പറയരുത്. അതിനുവേണ്ടി ഒരു 100 ഏത്തമാണെങ്കിലും ഞാൻ ഇടാം. 1, 2. മതി മതി ഏത്തോട്ടതൊക്കെ. അമ്മേ, ഇത് വേറെ സോപ്പാണ്. മോളെ, ഇവനുള്ള ശിക്ഷ എന്താന്ന് വെച്ചാ നീ തന്നെ കൊടുക്ക്. അയ്യോ, എന്നാൽ ഇവൻ പഠിക്കൂ.